ദിവസങ്ങളായി ഒരുപാട് വിചാരിക്കുന്ന ഒരു വ്ളോഗ് ചെയ്യണമെന്ന്. ഇന്നിപ്പോൾ ഒരു സമയം ഒത്തു വന്നേക്കാണ്. എന്താ പറയുക, എല്ലാം കൊണ്ടും ഹാപ്പി ആയിട്ടുള്ള ദിവസങ്ങളാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഹാപ്പി ആണ് എന്ന് പറഞ്ഞാൽ ഹാപ്പി ആക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളൊരു ടാലൻറ്റ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതെവിടെ ഉപയോഗിക്കണം എന്ന് നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണ കിട്ടും. പരമാവധി നമ്മുടെ പരിചയത്തിലുള്ളവരോട് തന്നെ കാര്യങ്ങൾ പറയാം. അവരുടെ അടുത്ത് അവസരങ്ങളുണ്ടെങ്കിൽ അവരുടെ കൂടെ തന്നെ നിൽക്കുക. അതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ഇപ്പം ഞാൻ ചെയ്യുന്നതും അങ്ങനെ ഒരു കാര്യമാണ്. കാരണം ഒരുപാട് സോഴ്സസുകളിൽ നിന്ന് സ്വീകരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു സോഴ്സിൽ നിന്ന് ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സോഴ്സിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവരൊന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. മളിമ്പീടിയിൽ നിന്ന് കുറച്ച് ദൂരമുള്ള പറവൂർക്കൊല്ല ജംഗ്ഷനിൽ ഓസ്കാർ യൂസ്ഡ് കാർ ഷോറൂം. ആ യൂസ്ഡ് കാർ ഷോറൂമിൽ ഇനി കാറുകൾ സെല്ല് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പ്രാഥമിക ദൗത്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് കാര്യങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. എല്ലാം അതിൻ്റെതായ വഴിക്ക് തന്നെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബേസ് ആയിട്ടുള്ള കാര്യത്തിലോട്ട് വരാം. എപ്പോഴും എനിക്ക് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നിഷ്കളങ്കമായ വിശ്വാസം വേണം. ഏത് കാര്യത്തിലും ആരെയാണെന്നുണ്ടെങ്കിലും വിശ്വസിക്കുമ്പോൾ നിഷ്കളങ്കമായി വിശ്വസിക്കുക. അതേപോലെ ദൈവത്തെ കാണുന്നത് പോലെ ജീവിക്കുക. ഇനി താൻ ദൈവത്തെ കാണുന്നില്ലെങ്കിലും ദൈവം തന്നെ കാണുന്നുണ്ടെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി ജീവിക്കുക. പറഞ്ഞപ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നി, എന്നാൽ സിമ്പിൾ അല്ലാത്തൊരു കാര്യവും കൂടിയാണത്. കാരണം ഒരു പശ്ചാത്താപത്തോടുകൂടി ജീവിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി ജീവൻ നയിക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. അതായത് പ്രാർത്ഥന, മതം, അതൊക്കെ മുൻവിധിയോടുകൂടി കണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് പാപം പുണ്യം എന്നുള്ളതിനെ ഗ്രഹിച്ചത് കൊണ്ട് താൻ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം കാണുന്നുണ്ടെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയൊക്കെ ജീവിക്കാൻ സാധിക്കുള്ളൂ. ഇതിന് അറബിക്കല് ഇഹ്സാൻ എന്ന് പറയും. നല്ല ഇഹ്സാൻ. ഇഹ്സാന്റെ മറ്റൊരു വേർഡാണ് എക്സലൻസ്. അപ്പോൾ ഈ വാക്കുകൾ കാര്യങ്ങളെല്ലാം എന്താ പറയുക, ഒരു പരിധി കൂടുതൽ നമ്മളായിട്ട് കണക്റ്റ് ആയിട്ട് നിൽക്കണതാണ്. ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്റ്റഡീസിൻ്റെ സമയത്ത് പറയുന്നത് ഡിക്ഷണറിയിൽ 5 വേർഡ്സ് എങ്കിലും ഒരു ദിവസം പഠിക്കാനാണ് പറയാം. അപ്പോഴത്തേക്കും 4 വർഷം കരിയർ കഴിയുമ്പോഴത്തേക്കും എല്ലാം ഓൾമോസ്റ്റ് കവേർഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇതൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് തന്നെ എടുത്താൽ മതി. പഠിക്കുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ, അല്ലാത്തവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും. ഈവൻ പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നതിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നതിൽ ഏജ് ഒരു കാറ്റഗറി അല്ല കേട്ടോ. കാരണം ഇപ്പോൾ 40 വയസ്സിൽ 45 വയസ്സിൽ NIOS ഒക്കെ എടുത്ത് 10th എഴുതി +2 എടുത്ത് ഡിഗ്രി എടുക്കാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവരെനിക്ക് നേരിട്ടറിയാം. അപ്പം അങ്ങനെ മുന്നോട്ട് പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പം ആ രീതി വിദ്യാഭ്യാസത്തിന് ഒരു ഏജ് ലിമിറ്റ് ചെയ്തിട്ടില്ല. അപ്പം അത് തീരുമാനിക്കുക നിങ്ങളുടെ ഓരോരുത്തരുടെയും തീരുമാനമാണ്. പിന്നെ നിങ്ങൾ മൂളിപ്പാട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് പാടുക. മൂളിപ്പാട്ടില്ല, പാട്ടിൻ്റെ മഹത്വം ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ കഥ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ അവർക്ക് ന്യൂറോൺസും ഒക്കെ ആക്ടിവേറ്റ് ചെയ്ത് വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്ത് ഒരു ശബ്ദം പുറത്തു വരുത്തണം എന്നുണ്ടെങ്കിൽ 1.5 വർഷം എടുക്കുമെങ്കിൽ നമ്മൾ 38 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ ന്യൂറോൺസിനെയൊക്കെ നന്നായിട്ടൊന്ന് വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രാഗവും താളവും ലയത്തിലൊക്കെ ശബ്ദം പുറത്തു വരും. അപ്പോൾ ആ ഒരു മൂളിപ്പാട്ട് പാടുന്നതിലൂടെ നമുക്ക് സമാധാനം വരെ ലഭിക്കുന്നുണ്ട്, നമ്മൾ അറിയാതെ തന്നെ. നമ്മൾ സമാധാനത്തിലായിരിക്കുമ്പോൾ മാത്രമാണ് അങ്ങനെ മൂളിപ്പാട്ടുകൾ വരുന്നുള്ളൂ എന്ന് ജലാലുദ്ദീൻ റൂമി അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചാൻസ് ഓഫ് ഹമ്മിങ് എന്നുള്ളൊരു കൃതി പഠിക്കാനിടയായിട്ടുണ്ട് എനിക്ക് ലിറ്ററേച്ചറിൽ ഫസ്റ്റ് ഇയറിൽ. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം മൂളിപ്പാട്ട് പാടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യമായിട്ട് ഇതാണ്, നമ്മുടെ ന്യൂറോൺസ് ഒക്കെ നന്നായിട്ട് സിങ്കാവും. ആ സിങ്കാവുന്നതിലൂടെ നമ്മുടെ വോക്കൽ കോഡിലൂടെ വരുന്ന ശബ്ദം നല്ല കോർഡിനേറ്റഡ് ശബ്ദമായിട്ട് മാറും. അപ്പം അങ്ങനെ കുറച്ചധികം ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് തന്നെ പറയാമെന്ന് വെച്ചാൽ, ഞാൻ പാടുന്ന കുറച്ച് പാട്ടുകൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതും അതേപോലെ പാടുന്നതുമായിട്ടുള്ളത് ഞാൻ അർത്ഥറിഞ്ഞിട്ടാണ് കേട്ടോ കൂടുതലും കേൾക്കാറും പാടാറും ഒക്കെ ചെയ്യാറ്. അപ്പം എനിക്ക് കൂടുതൽ മാധുര്യത്തോടുകൂടി എനിക്കൊരു എൻ്റർടൈൻമെൻറ്റ് അതിൽ കിട്ടാറുണ്ട്. അർത്ഥം അറിഞ്ഞ്. ഇമ്രാൻ ഹാഷ്മിയും ഒരു പുതുമുഖ നായികയും കൂടിയായിട്ടുള്ളൊരു ആൽബം സീനാണ്. 1991 നടക്കുന്ന ഒരു ഷൂട്ട് ഔട്ട് സിറ്റുവേഷനാണ് സാഹചര്യം. അപ്പോൾ അവിടെ വെച്ചിട്ട് ഷൂട്ട് ഔട്ടിൽ ഏർപ്പെട്ടിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ഒരു
ഹോട്ടലിൽ കയറുന്ന ഇമ്രാൻ ഹാഷ്മി റൂം തുറക്കുമ്പോൾ ഒരു വധുവിന്റെ റൂമാണ് തുറക്കണത്. അപ്പൊ ആ വധു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒറ്റ നോട്ടത്തിൽ അസസ് ചെയ്യുന്നത് അവൾക്ക് ആ വിവാഹത്തിൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാഴ്ചപ്പാട് പ്രകാരം അവൻ തെരഞ്ഞെടുക്കും. അവൻ അസസ് ചെയ്യും, കാരണം അവൻ നല്ലൊരു പോലീസുകാരനാണ്. അപ്പൊ അത് കണ്ടിട്ട് അവൻ അവളുടെ ദുപ്പട്ട വെച്ചിട്ട് അവളുടെ കണ്ണുനീര് തുടച്ചു കൊടുക്കുമ്പോൾ ഒരു അലിവ് ഉണ്ടാവുകയും അപ്പൊ പോലീസുകാരെ അവൻ അന്വേഷിച്ചു വരുന്ന അവളെ അവനെ രക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ചെറിയ സിറ്റുവേഷൻ, ഒരു മെലൻകളിയൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ അതിൽ തുടങ്ങുന്നത് ശബ്ദങ്ങൾ കൊണ്ടിട്ടാണ്. നിസ സ സ നിസ സ സ നിസ നി നി നിസ സ സ നിസ സ സ നിസ 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 സ സ നിസ സ സ നിസ നി നി സ നി സ നി. मैंने जब देखा था तुझको रात भी वो याद है मुझको तारे गिनते गिनते सो गया आसमानों पे जो खुदा है उससे मेरी यही दुआ है चांद में हर रोज में देखो तेरी साथ में कुटी. ആ വരികളുടെ അർത്ഥം എത്ര മനോഹരമാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ട. മേനെ ജബ് ദേഖാ തുജ്കോ, നിന്നെ ഞാൻ എപ്പോ കണ്ടുവെന്നോ. രാത് ബി വോ യാദ് ഹെ മുജ്കോ, ആ രാത്രി എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. താരെ ഗിൻതെ ഗിൻതെ സോഗയ, നക്ഷത്രങ്ങൾ എണ്ണി എണ്ണിയാണ് ഞാൻ കിടന്നുറങ്ങിയത്. ആസ്മാനോ പേ ജോ ഖുദാ ഹെ, അതായത് ആകാശത്തിലുള്ള ദൈവങ്ങളെ, ഉസ്സെ മേരി യഹി ദുആ ഹെ, നിങ്ങളോടെല്ലാം എനിക്ക് ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ, എന്നും ഇവരുടെ കൈ പിടിച്ച് നിലാവ് കാണാൻ എനിക്ക് നീ അവസരം നൽകണേ. ആസ്മാനോ പേ ജോ ഖുദാ ഹെ ഉസ്സെ മേരി യഹി ദുആ ഹെ ചാന്ദ് മേ ഹർ റോസ് മേ ദേഖൂं തേരി സാത്ത് മേ ഓ കുട്ടി. അപ്പൊ അത് എന്താ പറയാ, ഈ വരികളിലെല്ലാം മാഹാത്മ്യം കൂടി അറിഞ്ഞിട്ടാണ് നമ്മളത് പറയാൻ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇപ്പൊ ഞാനിത് പാടുമ്പോ ഐ മീൻ എ റൊമാൻറ്റിക് മൂഡ്. കാരണം എനിക്കിപ്പോ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ ആൾക്കാരുണ്ട്. വേണ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്, ഞാൻ ഇഷ്ടപ്പെടുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന, പരസ്പരം ജീവൻ അല്ലെങ്കിൽ ജീവിതത്തിൽ അങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടിയുണ്ട്. അപ്പൊ അവർക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും വൈ ഐ എം സിംഗിങ് ലൈക്ക് ദിസ്. അത് ഞാൻ ഓൾറെഡി വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിലെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ ഞാൻ പാട്ടുകാരനല്ല എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ വലിയ സ്കില്ലുകളെ തരം താഴ്ത്തി കളയുകയാണ് ചെയ്യുന്നത്. ജനിച്ചു വീണ ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അവനവൻ സംസാരിക്കുന്നില്ലേ, പിന്നെ അതൊന്ന് കോൺജുഗേറ്റ് ചെയ്തൊന്ന് ഫ്ലോ ആക്കിയാൽ എന്താണ് ഒരു പ്രശ്നം. പിന്നെ ഞാൻ യോഗ ചെയ്യുമ്പോൾ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ടാണ് സർഗം സിനിമയിലെ പാട്ട്. സ്വരരാഗഗംഗാ പ്രവാഹമേ സ്വർഗീയ സായുജ്യ സാരമേ നിൻ സ്നേഹഭിക്ഷയ്ക്കായി കാത്തു നിൽക്കും തുളസീദളമാണ് ഞാൻ, കൃഷ്ണ തുളസീദളമാണ് ഞാൻ. അപ്പോ ഈ വരികളിലും സ്വരരാഗ ഗംഗാ പ്രവാഹമേ നിൻ പ്രേമ ഭിക്ഷയ്ക്കായി കാത്തു നിൽക്കുന്ന കൃഷ്ണ തുളസീദളമാണ്. ഈ തുളസിക്ക് അതിൻ്റെ ഒരു പ്രത്യേകത അറിയാലോ, വെച്ചാരാധിക്കാൻ സാധിക്കാത്തൊരു പുഷ്പമാണ് തുളസി. എന്നിരുന്നാൽ അതിലൊരു ആഗ്രഹാർത്ഥം പറയുന്ന വിനീത് എന്ന ആ ഒരു കഥാപാത്ര സന്ദർഭത്തിൽ പ്രകടിപ്പിക്കുന്ന വികാരം, അത് വളരെ വലിയൊരു വികാരമാണ്. അത് ആ സിനിമ കാണാൻ വൈബ് കിട്ടണമെന്നുണ്ടെങ്കിൽ. പുതിയ ഏതെങ്കിലും സിനിമകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്കവർ കണ്ടിട്ടുണ്ടാവും. കാരണം ഞാൻ അങ്ങനെ സിനിമയൊന്നും പോസിറ്റീവായിട്ടൊന്നല്ല, പോയി കാണാത്ത ആളാണ്. എന്നാൽ ഫിലിം ഫീൽഡായിട്ട് വർക്ക് ചെയ്യുന്ന ആളും. ഒരു വിധി വൈപരീത്യമുണ്ട് എൻ്റെ കാര്യത്തിൽ. പിന്നെ പേഴ്സണലി ഇങ്ങനെ വ്ലോഗ് ചെയ്യണതിൻ്റെ, കട്ട് ചെയ്യാതെ വ്ലോഗ് ചെയ്യണതിൻ്റെ ഒരു റീസൺ കൂടെ പറഞ്ഞുതരാം. കാരണം ഞാൻ യുണീക്നെസ് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൻ്റെ കാര്യങ്ങൾ പറയാനാണെന്നുണ്ടെങ്കിലും പ്രവർത്തിക്കാനാണെന്നുണ്ടെങ്കിലും നമ്മളൊരു കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ചെയ്യുന്നത് ഇൻഷുറൻസ് ആണ്, അതിലേറ്റവും കൂടുതൽ വേണ്ട ട്രാൻസ്പെറൻസിയാണ്. അപ്പം എല്ലാം തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം എല്ലാം ഞാൻ തുറന്ന് തന്നെ സംസാരിക്കുകയാണ്.
എനിക്ക് അവസരങ്ങൾ വരുന്നത് ഞാൻ ബാഡ്മിന്റൺ കോർട്ടിൽ പെർഫോം ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഒട്ടുമിക്ക അവസരങ്ങൾ എന്നിലേക്ക് എത്തുന്നത്. ഞാനവിടെ ലക്ഷ്യം വെച്ചേക്കണത് നാഷണൽസ് ആണ്. നാഷണൽസിൽ ഒരു ഗോൾഡ് വിൻ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഗ്രൗണ്ടിലേക്ക് പോകുന്നത് തന്നെ. അപ്പോ എനിക്ക് അത്രയധികം എൻ്റെ ശരീരത്തെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്. അതിനെ ചിത്രവിത്തുകളെല്ലാം അടിമപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ അതിന് എനിക്ക് ഒരു യോഗാചാര്യനുണ്ട്, ഡോക്ടർ ജി എം നായർ. അപ്പോൾ അദ്ദേഹം എനിക്ക് യോഗ റിലേറ്റഡ് ആയിട്ട് പതഞ്ജലി പ്രാണയോഗ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ സെൽഫ് ഹിപ്നോസിസ്, എൻ്റെ മനസ്സിന് കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സകല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. ഭഗവത്ഗീത ഒരു പരിധിവരെ പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റീഷ്യൻ്റെ കോഴ്സ്, ഇതെല്ലാം അഡ്വാൻസ്ഡ് ഡിപ്ലോമ കോഴ്സസ് ആണ്. അമേരിക്കൻ അല്ലെങ്കിൽ എംബസി സർട്ടിഫിക്കേഷനുള്ള ടൈപ്പ് കോഴ്സസും കൂടിയാണ്. അതും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെത്രത്തോളം ടാലന്റഡ് ആണെന്നുള്ള കാര്യം നമ്മുടെ ചുറ്റുപാടും ഇതേപോലെ അവസരങ്ങളുണ്ട്. പിന്നെ ഞാൻ വെൽനസ് പ്രോഡക്ട്സ് ഒക്കെ സെല് ചെയ്യുന്ന ആളാണ്. അപ്പൊ എനിക്ക് അതിന്റെ എല്ലാം സർട്ടിഫിക്കറ്റ്സിന്റെ എല്ലാം ആവശ്യകത, അത് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. അപ്പൊ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കണം കേട്ടോ. ഇപ്പൊ BSc മാത്സ് പഠിച്ചിട്ട് എന്താ പറയാ, പാട്ട് പാടാൻ പോകുന്നത് പോലെ ആകരുത്. മാത്സ് പാഷൻ ആണെന്നുണ്ടെങ്കിൽ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് അങ്ങനത്തെ കാര്യങ്ങളിലോട്ട് പോവാം. ആർട്ട് റിലേറ്റഡ് ആണെങ്കിൽ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഫിലിം മേക്കിംഗ് അങ്ങനത്തുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യാം. അവനവന്റെ പാഷനിലേക്ക് എത്താം. എന്റെ പാഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദുനിയാവിലുള്ള സകലർക്കും ഹാർട്ട് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യാൻ പാകത്തിന് ഞാൻ സമ്പന്നനാകുക എന്നുള്ളതാണ് എൻ്റെ ഒരു പാഷൻ. ഹാർട്ട് ഡൊണേഷൻ ഇന്ന് പോസിബിൾ ആണ്. മേ ബി ഫ്യൂച്ചറിൽ അതിൽ എല്ലാവർക്കും എത്തിക്കാൻ പാകത്തിന് പോസിബിൾ ആയേക്കാം. പക്ഷെ അന്ന് ഫണ്ടിന്റെ ഒരു ആവശ്യകത വരുമ്പോൾ ആർക്കും എൻ്റെ അറിവിൽ മറ്റൊരാളെ സമീപിക്കേണ്ടി വരരുത് എന്നുള്ളതാണ് എൻ്റെ നെയ്യം. 2052 എനിക്ക് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കണമെന്നുണ്ട് അബൌട്ട് സെനോ ട്രാൻസ്പ്ലാന്റേഷൻ, ഇൻക്ലൂഡിങ് വിത്ത് ആർഷഭാരത സംസ്കാരം. ആർഷഭാരത സംസ്കാരത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയധികം പോയിന്റ് ഔട്ട് ചെയ്ത് കാര്യങ്ങൾ പഠിക്കാനും ഈ പഠിച്ച കാര്യങ്ങൾ സംസ്കൃതത്തിലൂടെയും എല്ലാം എന്താണ്, എന്തുകൊണ്ടാണ് എന്നിൽ ഇത് ഉത്ഭവിച്ചത് എന്നുള്ള കാര്യങ്ങളടക്കം പറയാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത്. 2052 സമയം ഒന്ന് ആലോചിച്ച് നോക്കണേ. 25 ഇനി കിടക്കുന്ന 17 വർഷം. ഈ 17 വർഷം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഈ വർഷങ്ങളിൽ എനിക്ക് കഠിനാധ്വാനം തന്നെ ചെയ്യേണ്ടതുണ്ട്, ബോത്ത് ഫിസിക്കലി ആൻഡ് സ്മാർട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഞാൻ പഠിക്കുന്ന രീതികൾ. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വെളുപ്പിന് 4 മണി 4:30ക്കാണ് ചെയ്യുന്നത്. എല്ലാ ദിവസവും എൻ്റെ എഴുന്നേൽക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഞാൻ അലാറം വെക്കാതെ തന്നെയാണ് എഴുന്നേൽക്കാറ്. 3:45 4 മണിയാകുമ്പോൾ എഴുന്നേൽക്കും. അത് കഴിഞ്ഞിട്ട് പള്ളിയിൽ പോകുന്നുണ്ട്, നിസ്കാരമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഖബറിൽ സിയാറത്തുണ്ട് എൻ്റെ ഉമ്മയുടെ. അതും കഴിഞ്ഞിട്ട് ഞാൻ കളിക്കാൻ പോകും, ബാഡ്മിന്റൺ പ്രാക്ടീസ് ചെയ്യാനായിട്ട് 2 മണിക്കൂർ മാറ്റി വയ്ക്കും. പിന്നെ അതിനുശേഷം ഷെഡ്യൂൾഡ് ആണ് വർക്ക്. എനിക്ക് എന്തെങ്കിലും വർക്ക് പേഴ്സണലി ആരെങ്കിലും പറയണേ അത് ചെയ്തു കൊടുക്കും. അതിനുശേഷം ഞാൻ സ്ഥിരമായിട്ട് ചെല്ലാറുള്ള ഷോപ്പ് ഉണ്ട്, ഓസ്കാർ യൂസ്ഡ് കാർ ഷോപ്പ്. അവിടെ ചെന്നിട്ട് അവിടെ ഇൻഷുറൻസ് റിലേറ്റഡ്, സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് ചെയ്യും. വൈകിട്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ എൻ്റെ ജീവിത രീതി വരുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ ഓൺലൈൻ അതിന്റെ പേരിൽ ഫോണിൽ കൂടെ ചെയ്ത് കൊടുക്കും. അങ്ങനെ നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങളെല്ലാം ഇരുന്നിരിപ്പിൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ എനിക്ക് ഓൾറെഡി എൻ്റെ കയ്യിലുള്ളത്. അപ്പൊ അത് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഒരു പാട്ടിലൂടെ തന്നെ കൺക്ലൂഡ് ചെയ്യാം. നമ്മുടെ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട് സഖി ഒരു കുലം മുന്തിരി എന്നുള്ളൊരു പാട്ടുണ്ട്. കേൾക്കുന്നവർക്കറിയാം അതിന്റെ ഒരു യാഥാർത്ഥ്യ, ഒരു സ്പിരിറ്റ്. അതായത് അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ട് വേണം അത് പറയാനായിട്ട്. അതായത് വരൾച്ച അങ്ങ് കൊടുമുടി കൊണ്ട സമയത്ത് പോലും സ്വന്തം വീട്ടിലേക്ക് നല്ല നാട്ടിലേക്ക് വന്ന് ധാന്യത്തിൽ നിന്ന് എല്ലാവർക്കും ധാന്യം പാകിട്ട് കൊടുത്തപ്പോ സ്വന്തം വീട്ടിലേക്ക് കൊടുക്കാൻ വിട്ടുപോയ മഹാനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം ആ ഒരു സന്ദർഭം കൊണ്ടുകൊണ്ടായിരിക്കണം ഈ പാട്ട് എഴുതിയത്. ഉണ്ടു സഖി ഒരു കുലമുന്തിരി പങ്കിടുവാനായി 4 കയ്യിൽ, ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അപ്പൊ തിരിച്ചു പറയണാണ്, അങ്ങാര് എന്നറിയില്ലേ, നിങ്ങളീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും 4 ഇല്ല
യാചകനാണെന്നോ. അപ്പം മറുപടി, ഞാനാരാണെന്നറിയാമേ, ഞാൻ ഈ നാട്ടിലമീറാണെന്ന്, എന്നാലും എന്റേതായൊരു ദൃഹവുമില്ല പ്രിയേ. താൻ ഉപയോഗിക്കുന്ന ഒരു നാണയത്തിനോ ഒരു അരിമണിക്കോ കണക്ക് പറയേണ്ടി വരുമെന്ന് അള്ളാഹുവിന്റെ മുന്നിൽ ഭയപ്പെട്ട് ജീവിച്ചൊരു വ്യക്തിയാണ് എൻ്റെ നേതാവ് ഉമറുൽ ഫാറൂഖ്. എൻ്റെ ഉമ്മയുടെ ഉപ്പാടെ പേരും അതേപോലെ തന്നെ ആയിട്ട് വരും. കാരണം എൻ്റെ ഉമ്മയുടെ പേര് ഹഫ്സ എന്നാണ്. ഹഫ്സ എന്നത് ഇദ്ദേഹത്തിന്റെ മകളാണ് പ്രവാചകൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പൊ പറഞ്ഞു പോയപ്പോ തന്നെ നൊസ്റ്റാൾജിക് ആയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ കയറി തന്നു. എൻ്റെ ഉമ്മയുടെ കാര്യത്തിൽ വരെത്തി. അപ്പൊ ഇതൊക്കെയാണ് ലൈഫിൽ ഇങ്ങനെയൊക്കെ സിംബലൈസ് ചെയ്തും അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ഓർഗനൈസ് ചെയ്തൊക്കെ പോകാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഈ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ കാരണം ഇങ്ങനെ യൂട്യൂബ് ചെയ്യുന്നതും എനിക്ക് മറ്റൊരു സദസ്സിൽ പോയിട്ട് ഇനി സംസാരിക്കേണ്ടതുണ്ട് കാര്യങ്ങൾ. അതിനൊരു കോർഡിനേഷൻ വരേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പൊ ഞാൻ ഒരു 16 മിനിറ്റ് സംസാരിച്ചത് ഒരു വെൽ കോർഡിനേറ്റഡ് ആയിട്ട് എന്ന് ഞാൻ വിശ്വസിക്കണില്ല, എങ്കിലും ഒരുവിധം കോർഡിനേഷൻ ഉണ്ടായിരുന്നു വാക്കുകളും ആ പ്രവൃത്തികളൊക്കെ തമ്മിൽ. അപ്പൊ എല്ലാവർക്കും ഇന്ന് 15-ാം തീയതിയാണ്, നല്ല ദിവസമാണ്. അതേപോലെ തന്നെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഇനി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ. അല്ലായ്മ കമന്റ് ചെയ്യുക, ഞാൻ എന്തൊക്കെ തരത്തിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ട്. ലിമിറ്റഡ് റിസോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്, എൻ്റെ മൊബൈലിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളുടെ സജഷൻസും കൂടി ഇടുക, ഞാനതും അനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. ഓക്കെ, ഗുഡ് ബൈ.